അതിനായിട്ട് നമ്മളൊരു 5 മുട്ടയോളം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കട്ട് പീസാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 പീസ് പച്ചമുളക്, 2 സവാള നല്ല ഫൈൻ പേസ്റ്റാക്കി നമ്മൾ മാറ്റി അത് നമ്മൾ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ സോട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പച്ചമുളകും സവാളയും മാത്രമേ പേസ്റ്റ് ചെയ്തുള്ളൂ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്യാണ്. അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ വരട്ടിയെടുക്കുകയാണ്. ഇതൊരു 10 മിനിറ്റോളം നമ്മൾ നല്ല രീതിയിൽ വരട്ടിയെടുത്തതിന് ശേഷം മാത്രമാണ് അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പശുവിൻ പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ വീണ്ടും സോട്ട് ചെയ്യണം. ഇതൊരു 15 മിനിറ്റോളം നമ്മൾ അതിനെ സോട്ട് ചെയ്ത് ഇത്തിരി ഓയിൽ മയം തെളിഞ്ഞു വരുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ വളരെ സ്ലോ ഫയറിൽ ഒട്ടും അടി പിടിക്കാതെ എല്ലാം പേസ്റ്റ് ആയതുകൊണ്ട് വളരെ കുറഞ്ഞ ഫയറിൽ വേണം ചെയ്യാൻ. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഒരുപാട് ഓവർ മസാലകൾ നമ്മളിത് ചേർക്കുന്നില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും നമ്മളിത് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് പശുവിൻ പാല് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വളരെ സ്ലോ ഫയറിൽ തന്നെ വീണ്ടും അതിനെ മിക്സ് ചെയ്യുകയാണ്. അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ തിളപ്പിക്കുകയാണ്. അതിനെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ തിളപ്പിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തു. അത് ടൈറ്റായിട്ട് വരുന്ന അത്രയും നമ്മൾ ഇത് ചെയ്യുക. ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഫ്ലേവർ ആയിരിക്കും, നല്ല ടേസ്റ്റോട് കൂടിയ ഒരു മസാലയായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിന് വേണ്ടി നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇടാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മസാലയുടെ പച്ചക്കുത്തിലെല്ലാം പോയി നല്ല രീതിയിൽ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട 2ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ നമ്മൾ ഒരുപാട് മിക്സ് ചെയ്യുകയും തിളപ്പിക്കുകയും ഒന്നും ചെയ്യുന്നില്ല. അതിൽ തന്നെ ജസ്റ്റ് ആ ഗ്രേവി തന്നെ കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് വളരെ ലൈറ്റായിട്ട് ഗ്രേവി അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നമ്മുടെ മലായ് സ്റ്റൈലിലുള്ള നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ള എഗ്ഗ് മസാല റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് മസാലയിൽ ശരിക്കും ശരീരത്തിന് ഹെൽപ്ഫുള്ളായിട്ട് ഹെൽത്തി ആയിട്ട് കിട്ടുന്നതും ഫാസ്റ്റായിട്ട് തീരുന്നതും എന്നാൽ ചേഞ്ച് ആയിട്ട് ടേസ്റ്റ് കിട്ടുന്നതായിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. ഇതിൽ കാഷ്യൂ പേസ്റ്റൊക്കെ അരച്ചിടാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി ഹെൽത്തി ആയിരിക്കും. ഇപ്പം നമ്മൾ പശുവും പാലിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശിക്കുന്ന ടേസ്റ്റിൽ ഫുൾ ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ഈ മസാല തയ്യാറാക്കി എടുക്കാം.